My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 157ാമത്തെ എപ്പിസോഡിൽ കാന്താറിസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഇതിൽ കാന്താറിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായ പൊള്ളലിൻ്റെതായിട്ടുള്ളൊരു അനുഭവം അടക്കം നിരവധി സുപ്രധാന ലക്ഷണങ്ങളെ കെന്റ് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് പ്രവേശിക്കാം. വയലന്റ് ബേർസ്റ്റിംഗ് ലാൻസിനേറ്റിംഗ് ഹെഡേക്സ് ആസ് ഇഫ് സ്റ്റാബ്ഡ് വിത്ത് എ നൈഫ് ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ദാറ്റ് ടേക്സ് ഓൾ ഓഫ് ദ മൈൻഡ് വയലന്റ്ലി. അപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, അതിൻ്റെ ഫലമായിട്ട് വളരെ ശക്തമായ തല പൊട്ടിപ്പോകുമെന്ന് തോന്നുന്ന, തലയിൽ കത്തി കയറ്റിയാലെന്ന പോലെയുള്ള തലവേദനകൾ, അത് മനസ്സിനെയും വളരെ ശക്തമായി ബാധിക്കുന്നുണ്ട്. റണ്ണിങ് ഓൾ ത്രൂ ദ റെമഡി ദർ ഇസ് ബേണിങ്. ഈ ഔഷധത്തിൽ ഉടനീളം ഉള്ളൊരു ഫീലാണ് ബേണിങ്. ഇൻ ദ ഹെഡ് ബേണിങ്, ത്രോബിങ് ആൻഡ് സ്റ്റാബിങ്. തലയിൽ ഈ പൊള്ളലുണ്ട്, വിങ്ങലുണ്ട്, കുത്തുന്ന പോലത്തെ വേദനയുണ്ട്. അൺകോൺഷ്യസ്നെസ് ആൻഡ് ഡെലിറിയം ഇൻ ദ മെന്റൽ സ്റ്റേറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായൊരു മാനസികാവസ്ഥ ഉണ്ടെന്ന് പറയുന്നത് അബോധാവസ്ഥ, ഒരുതരം വിഭ്രാന്തി, ഡെലിറിയം, ഇത് രണ്ടും അടങ്ങിയൊരു മാനസികാവസ്ഥ കൂടി ഇതിനൊപ്പം വരാം. ബേണിംഗ് ഇൻ ദ സൈഡ് ഓഫ് ദ ഹെഡ്, തലയുടെ വശങ്ങളിൽ പൊള്ളുന്ന അനുഭവം. സ്റ്റിച്ചിങ് ഇൻ ദ സൈഡ് ഓഫ് ദ ഹെഡ് ആൻഡ് ഒക്സിപ്യൂട്ട്, കുത്തുന്ന അനുഭവം, തലയുടെ വശങ്ങളിൽ ഉച്ചിയിലൊക്കെ കുത്തുന്ന പോലത്തെ അനുഭവം. ലാൻസിനേറ്റിംഗ് പെയിൻസ് ഡീപ്പ് ഇൻ ബ്രെയിൻ, തലച്ചോറിൻ്റെ ആഴങ്ങളിൽ കുന്തം കൊണ്ട് കുത്തിയാലെന്ന പോലുള്ള വേദന. ഹെയർ ഫാൾസ് ഔട്ട്, മുടി ഒഴിച്ചിൽ, ഇതിനോടൊപ്പം ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊപ്പം വരുന്നതാണ്. ദിസ് സെൽഡം ഇൻഡിക്കേറ്റ് ഇൻ ഐ ട്രബിൾസ് അലോൺ എക്സെപ്റ്റ് സച്ച് ആസ് കം വിത്ത് ഹെഡ് ആൻഡ് മൈൻഡ് സിംറ്റം. ഈ പൊള്ളല് കണ്ണിൻ്റെ ലക്ഷണങ്ങൾ മാത്രമായിട്ട് അങ്ങനെ വരാറില്ല. തലയുടെ ലക്ഷണങ്ങളും മാനസിക ലക്ഷണങ്ങളോടും ചേർന്ന് അതിനോട് അഡ്ജോയിനിങ് ആയിട്ടാണ് കണ്ണിലെ ലക്ഷണങ്ങൾ സാധാരണ വരാറ്. എറിസിപ്പിലാസ് ഓഫ് ദ ഫേസ് വിത്ത് ലാർജ് ബ്ലിസ്റ്റേഴ്സ്, മുഖത്ത് കുമിളകൾ, പൊള്ളല്, അങ്ങനെയുള്ള നീർക്കെട്ടും തടിപ്പും തിണർപ്പും ഒക്കെ ഉണ്ട്. ബേണിംഗ് ഇൻ ദ ഐസ് ആൻഡ് ദ വേൾഡ് അറ്റ്മോസ്ഫിയർ ലുക്സ് യെല്ലോ. ഇതിനോടൊക്കെ ചേർന്ന് വരുന്ന ഐ സിംറ്റംസിൽ കണ്ണിലെ പൊള്ളത്തിനോടൊപ്പം മൊത്തം മഞ്ഞ നിറത്തിൽ കാണുന്ന, ചുറ്റുപാടിനെയും മൊത്തം ഒരു മഞ്ഞ ചില്ലിലൂടെ കാണുന്ന പോലത്തെ ഒരു തോന്നൽ. ബേണിംഗ് ആൻഡ് സ്മാർട്ടിങ് ഇൻ ദ ഐസ്, കണ്ണിൽ പൊള്ളലും നീറ്റലും ഒക്കെ ഉണ്ട്. എറിസിപ്പിലാസ് ഓഫ് ദ ഐസ് വിത്ത് ഗാംഗ്രിനസ് ടെൻഡൻസി. കാന്താറിസിൻ്റെ തന്നെ സ്വഭാവമാണ്. ഗാംഗ്രിനസ് ടെൻഡൻസി ഈ കണ്ണിലുണ്ട്. ഐസ് ഹോട്ട് സ്കാൽഡിങ് ടിയേഴ്സ്, കണ്ണിലെ പൊള്ളുന്ന അനുഭവത്തോടൊപ്പം തന്നെ ചുടുകണ്ണീർ എന്ന് പറയില്ലേ, ചൂടുള്ള കണ്ണീര്, കവിളിലൂടെ ഒഴുകുമ്പോൾ കവിള് പൊള്ളും. എറിസിപ്പിലാസ് ഓഫ് ദ ഫേസ്, ഡോർസം ഓഫ് ദ നോസ് ഇൻവോൾവിംഗ് ദ ലിഡ്സ്. അപ്പോൾ മുഖത്തെ തിണർപ്പും തടിപ്പും ഒപ്പം തന്നെ മൂക്കിൻ്റെ പാലത്തിലുമുണ്ടത്, കണ്ണിൻ്റെ പോളകളിലുമൊക്കെ ഈ തിണർപ്പും തടിപ്പും ഒക്കെ ഉണ്ട്. റസ് ഈസ് മോർ കോമൺലി യൂസ്ഡ് ഇൻ ദിസ് കണ്ടീഷൻ, ബട്ട് വെൻ ഇറ്റ് ഈസ് വയലന്റ് കാന്താറിസ് വിൽ ഓഫൺ ബി ഇൻഡിക്കേറ്റ് ആൻഡ് പ്രിഫറബിലിറ്റി റസ്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ റസ്റ്റോക്സിസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ വയലന്റ് ആണെങ്കിൽ കാന്താറിസ് വരും. റസ് ഹാസ് ദ ബ്ലിസ്റ്റേഴ്സ് ആൻഡ് ദ ബേണിംഗ്, ബട്ട് ഇൻ കാന്താറിസ് ബിറ്റ്വീൻ ടു വിസിറ്റ്സ് ദ എറിസിപ്പിലാസ് ഹാസ് ഗ്രോൺ ബ്ലാക്ക്, ഇറ്റ് ഈസ് ഡസ്കി, എ റാപ്പിഡ് ചേഞ്ച് ഹാസ് ടേക്കിൻ പ്ലേസ്. അപ്പോൾ റസ്സിൽ ഈ കുമിളകളും പൊള്ളലും ഒക്കെ ഉണ്ട്. പക്ഷെ കാന്താറിസ് ആണെങ്കിൽ ഈ രോഗി 2 പ്രാവശ്യം കാണുന്നതിന് ഇടയ്ക്ക് ഇത് രൂക്ഷമായിട്ടുണ്ടാവും. ഈ തടിപ്പെല്ലാം കറുത്ത നിറത്തിൽ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഒരു ഗാംഗ്രിനസ് കണ്ടീഷനിലേക്കുള്ള പോക്കാണ്. വളരെ പെട്ടെന്നുള്ള മാറ്റം. ഒരു ഗാംഗ്രീൻ, ശരീരഭാഗങ്ങൾ അഴുകിപ്പോകുന്നൊരവസ്ഥയിലേക്ക് അവസ്ഥ ആരംഭിച്ചു കഴിഞ്ഞു. Burning in the erysipelatous area and the skin around burns from the touch. അപ്പോൾ ഈ തടിപ്പുള്ള ഭാഗങ്ങളിലൊക്കെ പൊള്ളലുണ്ട്. അതിൻ്റെ ചേർന്ന് വരുന്ന ത്വക്ക്
ബേൺസ് ഫ്രം ടച്ച്, തൊടാൻ നേരത്തെ പൊള്ളൽ. ഒരു കാന്താരസിൻ്റെ ഒരു സ്വഭാവം തൊടുമ്പോൾ പൊള്ളുന്നൊരു അനുഭവം. ഇൻ റസ് ഇറ്റ് ഈസ് നോട്ട് സോ. റസിൽ അങ്ങനെ തൊടുമ്പോൾ പൊള്ളുന്നൊരു അനുഭവമില്ല. കാന്താരസ് തൊടുമ്പോൾ പോലും പൊള്ളുന്നൊരു അനുഭവമുണ്ട്. ഇൻ കാന്താരസ് ദ ലിറ്റിൽ ബ്ലിസ്റ്റേഴ്സ് ഈവൻ ഇഫ് ടച്ച്ഡ് ബേൺ ലൈക്ക് ഫയർ. കാന്താരസിൽ കൊച്ചു കൊച്ചു കുമിളകൾ തൊടാൻ നേരത്ത് തീക്കനൽ പോലെ പൊള്ളും. എറപ്ഷൻസ് ബേൺ വെൻ ടച്ച്ഡ് എവർ സോ ലൈറ്റ്ലി, ദാറ്റ് ഈസ് ദോസ് എറപ്ഷൻസ് സച്ച് ആസ് ദ റെമഡി കുഡ് പ്രൊഡ്യൂസ്. അപ്പോൾ ഈ കാന്താരസ് പൂവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇറപ്ഷൻസ് അത് തൊടാൻ നേരത്ത് പൊള്ളും. ബ്ലിസ്റ്റേഴ്സ് ആയാലും ഇറപ്ഷൻസ് ആയാലും ശരി, തൊടുമ്പോൾ പൊള്ളുക എന്നുള്ളൊരു വളരെ പതുക്കെ തൊട്ടാൽ മതി, സോ ലൈറ്റ്ലി തൊട്ടാലും പൊള്ളും. കാന്താരസിൻ്റെ ഒരു തനിമയാണത്. റെസ്റ്റോക്സുമായിട്ട് അതിനെ തിരിച്ചറിയാനുള്ളൊരു വഴിയും കൂടിയാണ്. ദ പേഷ്യൻ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് പ്രൊസ്ട്രേഷൻ, ഈസ് പാലിഡ്, ഹാസ് ഹിപ്പോക്രാറ്റിക് കോൺഫിഡൻസ് ആൻഡ് ഡൈസ്. ഈ ഒരു അവസ്ഥ മരണത്തിലേക്കാണ് പോകുന്നത്. ഉണ്ടോ? പ്രൊസ്ട്രേഷൻ, നമ്മൾ നേരത്തെ ആഴ്സനിയെ കണ്ടിട്ടുണ്ട്, ചത്ത പോലെ കിടക്കും, പാലിഡ്, വിളറിപ്പോവും. ഹാസ് ഹിപ്പോക്രാറ്റിക് കോൺഫിഡൻസ്, ആ ഒരു മൗഢ്യം ബാധിച്ച മുഖം, വികാരങ്ങളൊന്നും ഇല്ലാതെ മൗഢ്യം ബാധിച്ച മുഖം, പിന്നെ മരണമാണ്. അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്ക ഔഷധങ്ങളുടെ കൂട്ടത്തിലും കാന്താരസ് വരുന്നുണ്ടെന്ന് ഓർക്കണം. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ലോവസ്റ്റ് ഫോംസ് ഓഫ് ഡിസീസ്, ഈവൻ ഗാംഗ്രീൻ ആൻഡ് വയലന്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബവൽസ്, ബ്ലാഡർ, ബ്രെയിൻ, സ്പൈൻ ആൻഡ് ലങ്സ്, സിംഗിങ് ആൻഡ് ഹിപ്പോക്രാറ്റിക് കോൺഫിഡൻസ്. ബവൽസിൽ, ബ്ലാഡറിൽ, തലച്ചോറിൽ, നട്ടലിൽ, ശ്വാസകോശത്തിലൊക്കെ രൂക്ഷമായുള്ള കടുത്ത നീർവീക്കം ഉണ്ടാകുന്നു, വീക്കങ്ങളുണ്ടാകുന്നു, ആള് ഒരു സിംഗിങ് സ്റ്റേജിലേക്ക്, മരണത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ഹിപ്പോക്രാറ്റിക് കോൺഫിഡൻസ്. ഈ ഒരു അവസ്ഥയിൽ, മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ പലതരം ഭാവങ്ങൾ മുഖത്ത് വരാം. അസ്വസ്ഥത, ഭയം, ആശങ്ക, അതൊക്കെ മുഖത്ത് കാണാം. ചിലർ നിരാശ വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇവിടെ നല്ലൊരു ഹിപ്പോക്രാറ്റിക് മൗഢ്യമാണ്. പ്രത്യേകിച്ചൊരു ഭാവങ്ങളൊന്നുമില്ല, ഒരു മൂഢത. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലൊന്നും ശരിയായി മറുപടി പറ്റാത്ത അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ, പിന്നീട് എലിപ്പനി എന്ന് പേരിട്ട ആ രോഗാവസ്ഥയിലുണ്ടായ സ്ത്രീയുടെ ടിപ്പിക്കലായിരുന്നു. എനിക്ക് കയറി കാണാൻ സാധിച്ചില്ല, പക്ഷേ എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചി നേഴ്സ് പറഞ്ഞതാണ്. അവരുടെ മുഖം പ്രത്യേകിച്ച് ഒരു മുഖഭാവവുമില്ല. കണ്ണു തുറക്കുമ്പോഴായാലും അടച്ചു കിടക്കുമ്പോഴായാലും ശരി, ഇത് വെറുതെ ഒരു മന്നിച്ച പോലെ കിടക്കുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ്സ്, ഗാംഗ്രിനസ് ടൈപ്പ്, പ്രൊസ്ട്രേഷൻ ഓഫ് ദ ലങ് ദാറ്റ് ഈസ് എഫക്റ്റഡ് ബേൺസ് ലൈക്ക് ഫയർ. ലങ്സിലെ ഈ ഇൻഫ്ലമേഷൻ അത് വളരെ മാരകമാണ്. അത് ആ ഭാഗത്തിൻ്റെ ജീവൻ പോകുന്ന തരത്തിലുള്ളതാണ്. ആകെ പ്രൊസ്ട്രേറ്റഡ് ആവുന്നു. ലങ്ങിൽ തീ വെച്ചാലുന്ന പോലുള്ള തരത്തിലുള്ള പൊള്ളൽ. ഇമ്മീഡിയറ്റ്ലി ഹി എക്സ്പെക്ടേഴ്സ് കഡവേഴ്സ് സ്മെല്ലിംഗ് എക്സ്പെക്ട്രേഷൻ. ഒരു ചീഞ്ഞ ശവശരീരം ചീഞ്ഞുണ്ടാകുന്ന ആ നാറ്റം, ആ തരത്തിലുള്ള കഫത്തിൻ്റെ മണം, അതായത് ലങ്സിൽ ഒരു കാഡേവർ കണ്ടീഷൻ വന്നു കഴിഞ്ഞെന്ന് അർത്ഥം. തിൻ ബ്ലഡി വാട്ടറി, വളരെ നേർത്തതാണ്, രക്തം കലർന്നാണ്, വെള്ളം പോലുള്ളതാണ് ആ കഫം. പക്ഷെ ഗന്ധമാണ്, ചീഞ്ഞ മാംസത്തിൻ്റെ ഒരു ശവശരീരത്തിൻ്റെ മണം. ഇറ്റ് ഹാസ് കം ഓൺ ഇൻ ആൻ അസ്റ്റോണിഷിംഗ്ലി റാപ്പിഡ് മാനർ. അപ്പോൾ ആ വരവ് വളരെ പെട്ടെന്നാണ്. റാപ്പിഡിറ്റിയും നമ്മൾ കണ്ടു കാന്താരസിൻ്റെ ഒരു സ്വഭാവമാണ്. വളരെ പെട്ടെന്നാണ് ആ മാറ്റങ്ങൾ വരുന്നത്. കാരണം ദിവസങ്ങൾക്ക് ആളൊരു മാരകാവസ്ഥയിലേക്ക് പോകുന്നു. ആൻഡ് ഇൻ എ ലിറ്റിൽ വൈൽ ഹി വിൽ ഡൈ. വളരെ വേഗം ആൾ മരിക്കും. ദ നോസ് ഈസ് കോൺട്രാക്റ്റഡ്, ദർ ഈസ് ദ ഹിപ്പോക്രാറ്റിക് കോൺഫിഡൻസ്. ഉണ്ടോ? വീണ്ടും ആ ഒരു മൗഢ്യമുള്ള മുഖം വീണ്ടും പറയുകയാണ്. മൂക്കൊക്കെ ചുരുങ്ങി. ദ യൂറിൻ ഈസ് സപ്രസ്ഡ്, മൂത്രം പോകുന്നില്ല, സപ്രസ്ഡ് ആണ്. ഐ റിമെമ്പർ വൺ പേഷ്യന്റ് ഹു ഹാഡ് ജസ്റ്റ് കം ഔട്ട് ഓഫ് എ പ്രൊലോങ് ഡ്രങ്ക്. ദീർഘകാലത്തെ ഒരു മദ്യപാനശീലത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്നും മടങ്ങി വന്ന ഒരു രോഗിയുടെ കാര്യം കെൻഡ് ഇവിടെ ഓർമ്മിക്കുകയാണ്. ഐ ലെഫ്റ്റ് ദ പേഷ്യന്റ് ഇൻ ദ ഈവനിങ് ഇൻ ജസ്റ്റ് സച്ച് എ സ്റ്റേറ്റ് ആസ് ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ്. ഒരു സായാഹ്നത്തിൽ രോഗിയെ സന്ദർശിച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ വിട്ടുപോന്നു. ഹി വാസ് ഡ്രോളിങ് എ ബ്ലഡി സലൈവ ഫ്രം ഹിസ് മൗത്ത് ആൻഡ് ഹി വാസ് ഡൈയിങ്. വായിൽ നിന്നിങ്ങനെ രക്തം പോലത്തെ രക്തം കലർന്ന ഉമിനീരിങ്ങനെ
ഒഴുകി വന്നുകൊണ്ടിരിക്കും. ശരിക്കും മരണത്തിൻ്റെ അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ, അത് മരിക്കാൻ പോകുമെന്ന് പറയും. ആൻഡ് ഹി വാസ് ഡൈയിങ്. He had had this condition come on in one night from being merely frozen in a drunk. അതായത് ഫ്രോസൺ ഇൻ എ ഡ്രങ്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടിച്ച് പൂസായി എന്ന് പറയില്ലേ, മദ്യം കഴിച്ചാകെ പൂസായി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു രാത്രി ഇയാൾ വീട്ടിൽ വന്ന് കിടന്നതാണ്. ഇറ്റ് വുഡ് ബി ക്യാൻതാരസ് ഓർ ഡെത്ത് ബിഫോർ മോർണിംഗ്. നേരം വിളിക്കുന്നതിന് ഒന്നുകിൽ ക്യാൻതാരസ് അല്ലെ മരണം, രണ്ടിലൊന്നാണ്. നോക്കുക, ആ കാന്താരസിന്റെ ശക്തി, ആ വൈറ്റാലിറ്റിയെ റീകൈൻഡിൽ ചെയ്യാനുള്ള എൻ്റെ ശക്തി എന്ന് ഓർക്കുക. രാത്രി ഉള്ള അവസ്ഥയാണ്, നേരം വിളിക്കുന്നത് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കാന്താരസ്. ഇങ്ങനെയൊക്കെ ഏത് ഔഷധത്തെക്കുറിച്ച് ആർക്ക് പറയാൻ സാധിക്കും? ബട്ട് ബൈ മോർണിംഗ് ഹി വാസ് എക്സ്പെക്ടേറ്റിംഗ് എ റസ്റ്റി സ്പ്യൂട്ടം ആൻഡ് വെന്റ് ഓൺ ഇൻ ടു എ ഗുഡ് റിക്കവറി. ആ പേഷ്യൻറ്റിന് ബ്ലഡി മ്യൂക്കസ് ആയിരുന്നു, ഇതായിരുന്നു, രക്തം കലർന്ന ഉണ്ണീരായിരുന്നു. പിറ്റേന്നായപ്പോഴേക്കും ആൾ മരിച്ചിട്ടില്ല. ആ രക്തം കട്ട പിടിച്ചു തുടങ്ങി, ഫ്രഷ് ബ്ലഡ് വരുന്നില്ല. ആ ഒരു രക്തം കട്ട പിടിച്ചിൻ്റെ അതിലൊരു തുരുമ്പിൻ്റെ നിറത്തിലാണ് വരാൻ തുടങ്ങിയത്. രക്തവാർച്ച നിന്നു നിർത്തം, ശ്വാസകോശം ഹീലിംഗിലേക്ക് വന്നു. ആർസനിക് ഹാസ് ദ ബേണിംഗ് ഇൻ ലങ്സ് ആൻഡ് ഹി സ്പിറ്റ്സ് എ ബ്ലാക്ക് സ്പ്യൂട്ടം. ഈ ശ്വാസകോശത്തിലെ ബേണിംഗ് നമ്മൾ ആർസനിക്കിൽ നമ്മൾ കണ്ടാണ്, ശക്തമായിട്ടുള്ള ബേണിംഗ് റെമഡിയാണ്. ആർസനിക്കിലും ലങ്സിൽ ബേണിംഗ് ഉണ്ട്, പക്ഷെ കറുത്ത കഫമാണ്. ആർസനിക്ക് കറുപ്പിൻ്റെ ആശാനാണ്, പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ബ്ലഡിയാണ്. മാത്തിൻ്റെ കാര്യത്തിൽ ആർസനിക്കുമായിട്ട് സാമ്യമുണ്ട്. ആ കഡാവറിക് സ്മെൽസ്. ന്യൂമോണിയ സൈൻസ് ആർ പ്രസന്റ് with the restlessness and anxiety and other symptoms of arsenic, and arsenic will stop it at once. അപ്പോൾ ഈ കറുത്ത കഫമൊക്കെ വരുന്ന അവസ്ഥയാണെങ്കിൽ ന്യൂമോണിയയുടെ കണ്ടീഷനാണ്, കാഡാവറിക് കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷനിൽ ആർസനിക്കിൻ്റെ മൊഡാലിറ്റീസും ഒക്കെ ഉണ്ട്. ടൈമൊക്കെ നോക്കി അത് ശരിയാണ്. ആർസനിക്കിൻ്റെ പ്രൊസ്ട്രേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കണ്ടീഷനാണെങ്കിൽ ആർസനിക്ക് ഹീൽ ചെയ്യും, അല്ല കാന്താരസിൻ്റെ ആണെങ്കിൽ കാന്താരസ് ഹീൽ ചെയ്യും. ദീസ് വൈൽഡ് റെമഡീസ് ആർ നീഡഡ് ഇൻ ദോസ് കേസസ് ദാറ്റ് വിൽ ഡൈ. മരിക്കാൻ പോകുന്ന അത്തരം അവസ്ഥകളിൽ ഇത്തരം രൂക്ഷശക്തിയുള്ള വയലന്റ് റെമഡീസ്, രൂക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ആർസനിക്കിനെയും കാന്താരസിനെയും പോലുള്ള ഔഷധങ്ങൾ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിൽ എന്താണ് കൃത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ സിംറ്റംസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. ബേണിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിലും പൊള്ളലുണ്ട്. ഗ്രേറ്റ് തേഴ്സ്റ്റ് വിത്ത് ബേണിംഗ് ഇൻ ദ ത്രോട്ട് ആൻഡ് സ്റ്റൊമക്ക്. തൊണ്ടയിൽ പൊള്ളണപ്പം ശക്തമായ ദാഹമുണ്ട്, വയറിലും പൊള്ളലുണ്ട്. ദാഹത്തിൻ്റെ കാര്യത്തിൽ ആർസനിക്കിൻ്റെ സ്വഭാവം നമുക്കറിയാം, കാന്താരസിൽ ശക്തമായ ദാഹമാണ്. തേഴ്സ്റ്റ് വിത്ത് ആവേർഷൻ ടു ഓൾ ഫ്ലൂയിഡ്സ്. ഇവിടെ കാന്താരസ് കാര്യത്തിൽ ദാഹമുണ്ട്, പക്ഷേ എല്ലാത്തരം ദ്രാവകങ്ങളോടും ആവേർഷണം. ആർസനിക്ക് അറിയാം, വളരെ കുറച്ച് കുടിക്കും, വളരെ പെട്ടെന്ന് ദാഹം മാറുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ശക്തമായ ദാഹമുണ്ട്, പൊള്ളലുണ്ട്, പക്ഷേ എല്ലാത്തരം ദ്രാവകങ്ങളോടും ആവേർഷം. ദാറ്റ് ഈസ് ദ ക്രേവിംഗ് ഓഫ് ദ മൗത്ത് ആൻഡ് ത്രോട്ട് ആർ ആന്റഗണൈസ്ഡ് ബൈ ദ മെന്റൽ സ്റ്റേറ്റ്സ്. അതിൻ്റെ കാരണം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൗത്ത് ആൻഡ് ത്രോട്ട് ആർ ആന്റഗണൈസ്ഡ് ബൈ ദ മെന്റൽ സ്റ്റേറ്റ്സ്. ഈ തൊണ്ടയും വായും മാനസികാവസ്ഥയുമായിട്ട് ഒരു ശത്രുതയിലാണ്, ആന്റഗണൈസ്ഡ് ആണ്. അപ്പോൾ തൊണ്ടയ്ക്കും വായയ്ക്കും വെള്ളം ആവശ്യമുണ്ട്, പക്ഷേ മനസ്സ് അതിനോട് യോജിക്കുന്നില്ല. ഒന്ന് നോക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, കറസ്പോണ്ടൻസിനെ കുറിച്ചുള്ള നല്ലൊരു ഗവേഷണത്തിനുള്ളൊരു വിഷയമാണ് കാന്താരസ്. തേഴ്സ്റ്റ് ഇൻ ദ ത്രോട്ട് ആൻഡ് aversion to water in the mind. തൊണ്ടയിൽ ദാഹമുണ്ട്, പക്ഷെ വെള്ളത്തോട് വിരക്തി മനസ്സിൽ. അപ്പോൾ ശരീരവും മനസ്സും തമ്മിൽ എങ്ങനെയാണ് പ്രതിപ്രവർത്തിക്കുന്നത്? ഒരു ആന്റഗണൈസേഷൻ, ഒരു നെഗറ്റീവ് റിലേഷൻ, പോസിറ്റീവ് റിലേഷൻ അല്ല, ഒരു നെഗറ്റീവ് റിലേഷൻ, ഒരു ഇൻവേഴ്സ് റിലേഷൻ. ഹോമിയോപ്പതി ഔഷധങ്ങളും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെയും വെച്ചുകൊണ്ടുള്ള നല്ലൊരു ഗവേഷണത്തിലുള്ള വിഷയമാണ് ഈ കാന്താരസ്. ഇത്തരം ബന്ധങ്ങൾ, വിചിത്രമായ ബന്ധങ്ങൾ, ആന്റഗണിസ്റ്റിക് റിലേഷൻസ്, അതൊരു വിഷയമായിട്ട്, ഗവേഷണ വിഷയമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. വയലന്റ് ബേണിംഗ് ഇൻ ദ സ്റ്റൊമക്ക്, പൈലോറസ് അബ്ഡോമൻ. അടിവയറ്റിലും വയറ്റിലും ഒക്കെ ശക്തമായ പൊള്ളലുണ്ട്.
The abdomen is swollen and tympanic, lancinating pains, cutting and stabbing. വയറ് വീർത്ത് ചെണ്ട പോലെ ഇങ്ങനെ വീർത്തിരിക്കുകയാണ്, നീർക്കെട്ടുണ്ട്, കുത്തുന്ന വേദനയുണ്ട്. Wherever there is a rapid inflammation in the bowels, there is diarrhea of bloody mucus or serum, watery, bloody fluids from the bowels and stomach. അപ്പോൾ ബവൽസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ വരുന്നത് വയറിളക്കം വരുന്നു. ഇത് ആ വയറിളക്കത്തിൽ രക്തം കലർന്ന കഫം അല്ലെങ്കിൽ സെറം, വെള്ളം, ബ്ലഡി ഫ്ലൂയിഡ്സ് ഇതെല്ലാം വരുന്നു, രക്തം കലർന്ന ഇത് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ത്രീക്ക് ആ ഒരവസ്ഥ ഉണ്ടായിരുന്നു, മൂത്രത്തിലും മലത്തിലും ഒക്കെ രക്തം ഉണ്ടായിരുന്നു. ദ സെയിം വാട്ടർ ബ്ലഡി ഫ്ലൂയിഡ്സ് ഫ്രം ദ ഐസ്, കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോഴും അങ്ങനെ വരാം, രക്തം കലർന്ന കണ്ണീര് വരാം. ആൻഡ് wherever this watery fluids come in contact with the skin, it burns and excoriates. അപ്പോൾ ഈ ഫ്ലൂയിഡ്സ് എവിടെയൊക്കെ വന്ന് തൊടുന്നു, ശരി തൊലിയിൽ കൊടുക്കുന്നു, അവിടെയൊക്കെ തൊലി ദ്രവിക്കുന്നു. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ചില ഔഷധങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്, അനീസപ്പേരും മറ്റുമൊക്കെ. അതുമാതിരി ബ്ലഡി യൂറിൻ, രക്തം കലർന്ന മൂത്രം. ഞാൻ നേരത്തെ പറഞ്ഞ അന്നത്തെ ആ ഒരു പകർച്ചവ്യാധിയിൽ മൂത്രത്തിലൂടെ രക്തം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ വൈദ്യശാസ്ത്ര ലോകം പേടിച്ച് വിറച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ആഴ്ചകളോളം. അവസാനം ഉണ്ടാക്കുന്ന രോഗാണുവിനെ, ബാക്ടീരിയയെ കണ്ടുപിടിച്ച് പിന്നീട് അതിനൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയ പിന്നെയാണ് അതിനെയൊക്കെ മരണം നിന്നുപോയത്. അവസ്ഥയിലേക്ക് ആരും ഹോമിയോപ്പതിയിലേക്കൊന്നും വരില്ലല്ലോ. കാന്താറിസ് എന്നുള്ള ഔഷധത്തിൻ്റെ ശക്തി എന്താണെന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഗവേഷണ വിഷയമായിട്ട് നിങ്ങൾ എടുക്കണം. ആൻറ്റഗണിസ്റ്റിക് റിലേഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി, അതൊക്കെ നല്ലൊരു ഹോമിയോപ്പതിയിൽ ഗവേഷണത്തിന് പറ്റിയ വിഷയങ്ങളാണ്. ഹോമിയോപ്പതിയിൽ അധികം ആരും ഗവേഷണത്തിലേക്ക് പോയിട്ടില്ല, വളരെ ചുരുക്കം പേരൊക്കെ പോയിട്ടുള്ളൂ. അങ്ങനെ പോകുന്നവരൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.